ജൂലൈ 20 വിശുദ്ധ അപ്പോളിനാരിസ് മെത്രാൻ രക്തസാക്ഷി. സിറിയയിലെ റോമൻ പ്രവിശ്യയായ അന്ത്യോക്യയിലാണ് അപ്പോളിനാരിസ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം അന്ത്യോക്യയിൽ നിന്നും ഇറ്റലിയിലെ റാവണയിലെത്തി. വിശുദ്ധ പത്രോസിൻ്റെ ശിഷ്യനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ വിശുദ്ധ പത്രോസ് ലീഹ തന്നെ അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്യുകയും റാവണ എന്ന സ്ഥലത്തേക്ക് മിഷണറി മെത്രാനായി അയക്കുകയും ചെയ്തു. AD 79 നീറോ ചക്രവർത്തിയുടെയും വെസ്പാസിയൻ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് റാവന്നയിലെ ക്ലാസയിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ ആശ്രമത്തിലും ജർമ്മനിയിലെ ഡസൽഡോർഫിലുള്ള സെയിൻറ്റ് ലാംബർട്ടാസ് പള്ളിയിലും സൂക്ഷിച്ചിരിക്കുന്നു. അപസ്മാരം, സന്ധിവാതം എന്നീ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ അപ്പോളിനാരിസ്. മിഷണറി മെത്രാനായിട്ട് റാവനയിലേക്ക് അയക്കപ്പെട്ട അപ്പോളിനാരിസിൻ്റെ പ്രസംഗം വഴി അനേകം ആളുകൾ തങ്ങളുടെ ബഹുദൈവ വിശ്വാസം ഉപേക്ഷിക്കുകയും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. വിശ്വസിച്ചവർക്കെല്ലാം സൗഖ്യങ്ങൾ ലഭിക്കുകയും മാറാരോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്തു. അനേകം അത്ഭുതങ്ങൾ കർത്താവ് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിൽ പ്രതികാരം പൂണ്ടവരായ ആ നാട്ടുകാരും നീറോ ചക്രവർത്തിയുടെ ഭടന്മാരും ചേർന്ന് അദ്ദേഹത്തെ പിടിച്ച് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിച്ചു. വിശ്വാസികൾ അദ്ദേഹത്തിൽ ജീവനുണ്ടെന്ന് കണ്ട് പരിപാലിച്ചു, ശുശ്രൂഷിച്ചു. സൗഖ്യം ലഭിച്ച അദ്ദേഹം വീണ്ടും റാവനിയിലേക്ക് കടന്നുപോവുകയും ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്തു. ബഹുദൈവാരാധകർ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയും കത്തുന്ന കൽക്കരിയിൽ കൂടി നടത്തുകയും ചെയ്തു. 3-ാം പ്രാവശ്യവും പിടിക്കപ്പെട്ട അപ്പോളിനാരിസിനെ അവർ കത്തിക്ക് വെട്ടി മുറിവുകളിൽ തിളച്ച വെള്ളമൊഴിച്ചു. ഈ വായ കൊണ്ട് നീ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കല്ലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ ആഞ്ഞാഞ്ഞടിച്ചു. ചങ്ങലകൾ കയറ്റി അദ്ദേഹത്തെ പീഡിപ്പിച്ചു. തടവറയിൽ പട്ടിണിക്കിട്ടു. 4 ദിനരാത്രങ്ങൾക്ക് ശേഷം ഗ്രീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറ്റി അദ്ദേഹത്തെ നാടുകടത്തി. 3 വർഷത്തോളം ഗ്രീസിൽ അദ്ദേഹം ഇതേ കാര്യങ്ങൾ തന്നെയാണ് അനുഭവിച്ചതും പ്രവർത്തിച്ചതും. പീഡനങ്ങൾക്ക് അദ്ദേഹത്തെ തളർത്തുവാനായില്ല. അപ്പോളിനാരിസ് ഗ്രീസിലുടനീളം നടന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ക്രിസ്തു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഗ്രീസിലെ ഒറക്കിളുകൾ തങ്ങളുടെ അനുയായികളെ നഷ്ടപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇറ്റലിയിലേക്ക് പോകുന്ന കപ്പലിൽ കയറ്റി തിരികെ അയച്ചു. 4-ാം തവണയും റവണയിലെത്തിയ മെത്രാൻ തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും നീറോ ചക്രവർത്തിയുടെ പിൻഗാമിയായി വെസ്പാസിയൻ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരായുള്ള പീഡനം വർദ്ധിപ്പിക്കുകയും അപ്പോളിനാരിസിനെ അറസ്റ്റിലാക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം വർദ്ധിക്കുമെന്നും ഒടുവിൽ സഭ വിജയിക്കുമെന്നും പ്രവചിച്ചുകൊണ്ട് അപ്പോളിനാരിസ് ഗളച്ഛേദത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ചു. വചനം 2 കൊറിന്തോസ് 7-ാം അധ്യായം 10-ാം വാക്യം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. വിചിന്തനം: ഏറ്റവും ചുരുങ്ങിയത് 1000 പേരെങ്കിലും പങ്കെടുക്കണം. കാതടപ്പിക്കുന്ന സംഗീത സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. എയർ കണ്ടീഷൻഡ് ഹാളായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വരുമെന്ന് പറയുന്ന ഒരു തലമുറയുടെ മധ്യത്തിലുള്ള സുവിശേഷ ജീവിതമാണോ എൻ്റേത്? അങ്ങനെയെങ്കിൽ നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോളിനാരിസിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം നമുക്ക് തീർത്തും അപമാനകരം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ ജീവനും ജീവിതവും സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ വേണ്ടി ബലിയായി സമർപ്പിച്ചു. നമ്മളോ? നമുക്ക് മുമ്പുണ്ടായിരുന്ന 3 തലമുറകൾ 100 മേനി ഫലം പുറപ്പെടുവിച്ചാണ് കടന്നുപോയതെന്ന് ഉറപ്പായിട്ടും പറയാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം ഞെരുക്കമുള്ളതായി തീർന്നു. എല്ലാവിധ സുഖസൗകര്യങ്ങൾക്കിടയിലും ദേവാലയത്തിലേക്ക് പോകുവാനോ കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനോ നാം മടി കാണിക്കുന്നു. അവിടെ വിശ്വാസം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് മുള്ളുകൾക്കിടയിൽ വീണപ്പെട്ട വിത്ത്. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അവർ ശരിക്കും പാറപ്പുറത്ത് വീണ വിത്തുകളാണ്. എപ്പോൾ വേണമെങ്കിലും വാടിപ്പോകാവുന്ന അവസ്ഥ.
നമ്മുടെയെല്ലാം കൊച്ചുമക്കളുടെ ജീവിതം വഴിയരികിൽ വീണ വിത്തായി മാറാതിരിക്കാൻ വേണ്ടി അവയെ കണ്ടെത്തി നല്ല നിലത്ത് നല്ല മണ്ണിൽ പാകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.